നമസ്കാരം. ഞാൻ മുരളീധരൻ, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്. വൈഡൂര്യ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ. നെവർ ഈസ് എ ലോങ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെവർ ഈസ് എ ലോങ് വേർഡ്. നിരാശപ്പെടുന്നതിൽ അർത്ഥമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. നിരാശപ്പെടുന്നതിൽ അർത്ഥമില്ല. അതൊരു ഇംഗ്ലീഷിലെ ഫ്രൈസാണ്. അത് പറയുന്ന സമയത്ത് ഒരു വിവരണം തരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ SSLC ഒക്കെ റിസൾട്ട് വന്നാലും മിക്ക വർഷങ്ങളിലും ഒരു സ്ഥിരമായിട്ടൊരു വാർത്ത കേൾക്കാം. പരാജയപ്പെട്ടു പോയ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാം. അത് ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ്. രക്ഷിതാക്കളും പൊട്ടത്തരം കാണിച്ചൊരു സംഭവമുണ്ട്. എനിക്ക് അറിയുമെന്നറിയില്ല, പുതിയ തലമുറക്ക് അറിയുമെന്നറിയില്ല. പണ്ടൊരു വന്ദനാസ് മദർ, ഒരു കാർമൽ സ്കൂൾ വിദ്യാർത്ഥി വന്ദനയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. അത് ആ കുട്ടിക്ക് SSLC പാസ്സായി എന്ന് മാത്രമല്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്നിട്ടും അമ്മ ആത്മഹത്യ ചെയ്തു. ഇതുപോലൊരു വിഡ്ഢിത്തം. കാരണം അവരൊരു അതിമോഹിയായിരുന്നു. റാങ്ക് കിട്ടണം, കുട്ടിക്ക് റാങ്ക് കിട്ടണം. അത് റാങ്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ചെയ്തത്. അതൊരു വലിയ വാർത്ത, അന്നത്തെ കാലത്ത് ഒരു വലിയ വാർത്തയായിരുന്നു. SSLC പാസ്സായില്ല എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി SSLC പാസ്സായിട്ടും വിശേഷിച്ച് വലിയ കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലത്തെ കുട്ടിയൊക്കെ ഏകദേശം കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മനസ്സിലാവും SSLC പാസും നമ്മളെ ജീവിത വിജയവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതൊരു അക്കാദമിക്കൽ ട്രെയിനിങ് മാത്രമാണ്. അതുകൊണ്ട് വേറെ വിശേഷിച്ചൊന്നുമില്ല. SSLC ഫസ്റ്റ് ചാൻസിൽ പാസ്സാവാത്തവരാണ് ഫസ്റ്റ് ചാൻസിൽ പാസ്സായവരെക്കാൾ മുന്നിൽ ചാടിയത് എന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പണി വേണ്ട. SSLC പാസ്സായിട്ടില്ലെങ്കിൽ നിരാശ വേണ്ട. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ചെറിയ ദുഃഖങ്ങൾ, ചെറിയ പരാജയങ്ങൾ ഒക്കെ ഭാവിയിൽ വലിയ ഗുണത്തിനായി തീരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനൊരു ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണിച്ചത് SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് ജ്ഞാനപീഠം കിട്ടിയ ജേതാവാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ദേശത്തിന്റെ കഥ. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് ലണ്ടൻ നോട്ട് ബുക്ക്. വായിച്ചിട്ടുണ്ടോ? ലണ്ടൻ നോട്ട് ബുക്ക്. അത് വാങ്ങി വായിക്കണം. അതിലെ അദ്ദേഹം പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് 7 ആഴ്ച താമസിച്ചിട്ട് ശേഷം ബോംബെയിലേക്ക് വരുന്ന ഒരു കഥയുണ്ട്. അതായത് ലണ്ടനിൽ നിന്ന് ബോംബെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് വെറുത്തുപോയി താമസിച്ചിട്ട്. കാരണം 1 മണിക്കൂർ പോലും തള്ളി നീക്കാൻ പ്രയാസം. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടേ ഇനി കപ്പലുള്ളൂ. അപ്പോൾ അതേ ദിവസത്തിൽ നാളെ ഒരു ചരക്ക് കപ്പൽ പുറപ്പെടുന്നുണ്ട്. അയാൾ പോയിട്ട് പിന്നെ അതിന്റെ മാനേജറിനോട്, അതിന്റെ ഓഫീസിൽ പോയി മാനേജറോട് പറഞ്ഞു. നോക്കും, മാനേജർ ഒരു കേരളീയനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അത്യാവശ്യം അറിയും. SK പൊറ്റക്കാടിനെ കഥകളിലൂടെ പരിചയപ്പെട്ടിട്ടാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റു ഒക്കെ ചെയ്തു തന്നു. ആ ചരക്ക് കപ്പൽ സാധാരണ ആളുകൾക്ക് പോകാൻ പറ്റില്ല, പക്ഷെ SK അയാൾ വിചാരിച്ചാൽ എങ്ങനെയും കടത്തിവിടാം. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ സന്തോഷിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം വന്നു, ചരക്ക് കപ്പൽ പോയി. പക്ഷെ ആ മാനേജർക്ക് മറന്നുപോയി, ഇദ്ദേഹത്തിന്റെ കാര്യം മറന്നുപോയി. SK ഫോണിലൂടെ വിളിച്ച് ചീത്ത പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾ അസൽ കേരളീയനാണ്. കാരണം കേരളീയന്റെ തനി സ്വഭാവമാണ് നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചീത്ത. പക്ഷെ അന്ന് രാത്രി, പിറ്റേ ദിവസത്തെ പത്രത്തിലാണുള്ളത്, അന്ന് രാത്രി ആ പുറപ്പെട്ട ചരക്ക് കപ്പൽ നടുക്കടലിൽ വെച്ച് പൊട്ടിത്തെറിച്ച് മുങ്ങി. ആ കപ്പലിലുള്ള എല്ലാ വ്യക്തികളും, ജീവനക്കാരും മുഴുവൻ മരിച്ചു. അപ്പോഴാണ് അയാൾ ഓഫീസിലേക്ക് ഓടിച്ചെന്ന് ഇദ്ദേഹത്തിനെ കാണുക. ദൈവത്തിന്റെ രൂപത്തിലാണ് അയാൾ. ആ മറവി, അദ്ദേഹത്തിന്റെ ആ മറവി, അയാൾ പറയാൻ എനിക്ക് ഒന്നും അങ്ങനെ മറന്നു പോകാത്തതാണ്. പക്ഷെ ഈ കാര്യം മാത്രം എൻ്റെ അടുത്ത് വിട്ടുപോയി. ആ മറന്നത് ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞു. തീവണ്ടി അപകടം കണ്ടിട്ടുണ്ടാവും. അടുത്ത കാലത്ത് വന്നാണ് കടലുണ്ടി തീവണ്ടി അപകടം. അതിനു മുമ്പ് ഒരു അഷ്ടമുടിക്കായൽ തീവണ്ടി അപകടം കേട്ടിട്ടുണ്ടോ? അഷ്ടമുടിക്കായൽ തീവണ്ടി പുതിയ തലമുറ കേൾക്കാൻ സാധ്യതയില്ല. കൊല്ലം ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി ആ ഭാഗത്താണ് വന്നത്. അവിടെയാണ് ട്രെയിൻ മറഞ്ഞത്. നിരവധി ആളുകൾ അന്ന് മരിച്ചുപോയി. കോഴിക്കോട് നിന്ന് ഒരു സ്ത്രീ അതിൽ കയറാൻ വേണ്ടിയിട്ട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ കയറി. ആ തീവണ്ടിക്ക് പോകാൻ കുറച്ച് സമയമുള്ളൂ. അതിവേഗത്തിൽ ജോലി തീർത്ത് പോവുകയാണ്, നാട്ടിലേക്ക് പോവുക.
നടക്കാവെത്തിയ സമയത്ത് റോഡ് ബ്ലോക്ക് വന്നു. റോഡ് ബ്ലോക്കായി, വേഗം വിട് വേഗം വിട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഈ ആൾക്കാരെയൊക്കെ നെഞ്ഞത്തോടി വണ്ടി കയറ്റിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഒരു ചെറിയ അങ്ങോട്ട് സംസാരമൊക്കെ ആയി. ഈ പെണ്ണുങ്ങൾ ശപിച്ചുകൊണ്ടേയിരുന്നു ഈ ഡ്രൈവറെ, വേഗം പോകണം വേഗം. അങ്ങനെ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഈ സ്ത്രീ വാനിറ്റി ബാഗിൽ നിന്ന് കൊടുക്കേണ്ട പൈസ എടുത്തിട്ട് അയാളുടെ മടിയിലേക്ക് ഒരൊറ്റ എറിഞ്ഞു. ബാക്കി തിരിച്ചു വാങ്ങാൻ നിന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറി. പണ്ട് ഈ ട്രെയിൻ സൗകര്യവശം പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓടിക്കയറാൻ പറ്റുന്ന സ്പീഡല്ല. ഇനി അഥവാ കയറാൻ പറ്റുന്ന സ്പീഡാണെങ്കിൽ തന്നെ RPF വരെ സമ്മതിക്കില്ല. ആ സ്ത്രീ വളരെ നിരാശയോട് കൂടി നിന്നു. ആ ഡ്രൈവറാണ് പണി പറ്റിച്ചത് എന്നുള്ള പേരിലാണ്. പക്ഷേ അന്ന് അഷ്ടമുടിക്കായലിൽ സന്ധ്യാനേരത്ത് വണ്ടി മറഞ്ഞു. ആ മറഞ്ഞ സമയത്ത് ആ സ്ത്രീക്ക് മനസ്സിലായി ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ദൈവത്തിന്റെ രൂപത്തിലാണ് വന്നത്. ആ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മറ്റൊരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് പത്രം വായിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു ഭൂമി ചൗഹാൻ കിട്ടുന്നുണ്ടോ? വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട, വിമാനത്തിൽ കയറാതെ തന്നെ ആ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീയാണ് ഭൂമി ചൗഹാൻ. അലഹബാദ് വിമാനാപകടം. ആ സ്ത്രീ ഗതാഗതക്കുരുക്കിൽ പെട്ടിട്ട് 10 മിനിറ്റ് വൈകി. അതുകൊണ്ട് പ്ലെയിൻ കിട്ടിയില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചു വെച്ചാൽ ജീവൻ തിരിച്ചില്ല. ആ പ്ലെയിനിലുള്ളവരെ മുഴുവൻ കത്തിക്കരിഞ്ഞു പോയി. അതാണ് ചില പരാജയങ്ങളൊക്കെ, ചിലത് നമുക്ക് സാധിക്കാത്തതൊക്കെ നമുക്ക് പിന്നീട് ഗുണത്തിനായി വരും. അതാണ് മനസ്സിലാക്കുന്നത്.